നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതും വളരെ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്ത് ഹെൽത്തി ആയൊരു ചിക്കൻ ഫ്രൈ. അതെ, നമ്മൾ ഇന്ന് ഹെൽത്തി ആയിട്ട് അതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ഷാലോ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇറ്റ്സ് സോ ഈസി ടു മേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളായിട്ട് ചിക്കൻ കട്ട് ചെയ്യാൻ നോക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഇടുന്നുണ്ട്. പിന്നെ എരിവിനും കളറിനും വേണ്ടി 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നാരങ്ങാ നീരില്ലെങ്കിൽ അതിന് പകരം വിനെഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 1.5 ടീസ്പൂൺ തൊട്ട് 2 ടീസ്പൂൺ വരെ അതും ആഡ് ചെയ്യാം. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക. ചിക്കന്റെ ബ്രസ്റ്റോ അല്ലെങ്കിൽ തൈ പീസോ എടുക്കാൻ നോക്കുക. പിന്നെ ചിക്കൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചിക്കൻ നല്ല പീസസ് നമ്മൾ ഫ്രൈ ആകുമ്പോൾ കിട്ടും. ഇനി ആ ചിക്കന്റെ ആ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ മാറിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവയിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ തൊലിയോടുകൂടി ചതച്ച ഗാർലിക് അതിലേക്ക് ഇടണം. എപ്പോഴും ഗാർലിക് എടുക്കുമ്പം തൊലിയോട് കൂടി തന്നെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഇതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് മാറ്റി വെക്കണം. അവസാനം നമ്മൾ ആ ചിക്കൻ ഫ്രൈയുടെ മേലെ ഇടാൻ. ഇനി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മുടെ ആ ഗാർലിക് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയില്ലേ, ആ എണ്ണ നമ്മുടെ ചിക്കനിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതായിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ് കേട്ടോ അത്. നമ്മുടെ ഈ ചിക്കൻ വേകാൻ മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സിന്റെ ആവശ്യമുള്ളൂ, എല്ലിന്റെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കന്റെ ആ ഒരു മൂപ്പ് അനുസരിച്ചും നിങ്ങൾ അത് കട്ട് ചെയ്തിരിക്കുന്ന വലിപ്പം അനുസരിച്ചും ഈ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഞാനിവിടെ നോർമൽ ചിക്കൻ എടുത്തിട്ട് അതിൽ നിന്ന് എല്ല് പീസുകൾ മാറ്റിയിട്ടാണ് ഈ ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ചിക്കൻ ഇപ്പം ഒരു പകുതിയോളം വേവായിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയുടെയും നമ്മുടെ ചിക്കൻ്റെ ഫാറ്റിൽ നിന്ന് ആ ഒരു നെയ്യിൽ നിന്നൊക്കെ ഇറങ്ങിയേക്കുന്ന ആ ഒരു സ്മെല്ലും കൂടെയൊക്കെ വന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ ചിക്കൻ ഒന്ന് ചെറിയ തീയിൽ വേവിക്കാം. കണ്ടോ, നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് ഒരു ഓൾമോസ്റ്റ് വെന്ത് വരുവാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒരു 18 മിനിറ്റ് 18 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകളും കൂടെ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1.5 ടീസ്പൂൺ നമ്മുടെ വറ്റൽമുളകില്ലേ അത് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഗരം മസാല ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിലൊന്നും കോംപ്രമൈസ് ഇല്ലാത്ത, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ നമ്മൾ ഈ ചിക്കനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിടുന്നത് നമ്മുടെ ചിക്കൻ ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ആ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ എത്രത്തോളം ക്രിസ്പിയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ എന്ന്? അതെ, നല്ല ക്രിസ്പി ആയിട്ടുള്ള, പക്ഷെ അകത്തെല്ലാം നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഒട്ടും ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാത്ത നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓവർനൈറ്റ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ടെൻഡർ ആയിട്ടും ജ്യൂസി ആയിട്ടും ഒക്കെ കിട്ടും.
നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിന്റെ കളർ കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറിലാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തല്ലെന്ന് പറയോ? ഇല്ലല്ലോ, അത്ര ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് ഒട്ടും സ്പൈസി അല്ല കേട്ടോ, നമ്മളിതിൽ പെപ്പർ പൗഡർ ഒട്ടും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ മുളക് പൊടിയും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ചതച്ച മുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും കറി ലീവ്സും കൂടെ അതിൻ്റെ മേലെ ഒന്ന് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.